ആഴമാ ആഴമാ ഞാൻ നിന്നിൽ ചേർന്നല്ലോ, യാതൊന്നിനും മാറ്റുവാൻ കഴിയാതെ ആയല്ലോ. ആഴമാ ആഴമാ ഞാൻ നിന്നിൽ ചേർന്നല്ലോ, യാതൊന്നിനും മാറ്റുവാൻ കഴിയാതെ ആയല്ലോ. ദൈവ കുഞ്ഞാടേ സ്തുതിക്കു യോഗ്യനേ, മാറാത്ത സ്നേഹിതനേ, അങ്ങേ പാടുമ്പോൾ അങ്ങേ വാഴ്ത്തുമ്പോൾ ഞാൻ എത്ര ഭാഗ്യവാൻ. വോയിസ് ഓഫ് ലവിൽ ഇന്ന് കർത്താവ് നമുക്ക് തരുന്ന വചനം ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യമാണ്. അനന്തരം യഹോവയായ ദൈവം, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, ഞാൻ അവന് തക്കതായ ഒരു തുണ ഉണ്ടാക്കി കൊടുക്കും എന്ന് അരുളി ചെയ്തു. ആമേൻ. എൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ വേണമെന്ന് എന്നെക്കുറിച്ച് ഇത്രയും കരുതലുള്ള ഒരു ദൈവം വേറെയില്ല. ആദാം ഒരിക്കലും ചിന്തിച്ചിട്ടില്ല താൻ തനിച്ചാണെന്നും നാളുകളിൽ തനിച്ചാകുമെന്നും ഒന്നും അവൻ ചിന്തിച്ചിട്ടില്ല. പക്ഷേ അവൻ്റെ നാളുകളെക്കുറിച്ച് ഒക്കെ അറിയാമെന്ന ദൈവം അവനെ നോക്കിയിട്ട് പറയുക, ഇവനിങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുന്നത് നന്നല്ല, ഞാൻ അവന് തക്കതായത് ഒരുക്കി കൊടുക്കും, ഉണ്ടാക്കി കൊടുക്കും. നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ വേണമെന്ന് നിങ്ങളെക്കാട്ടിലും നന്നായിട്ട് അറിയുന്നത് ദൈവത്തിനാണ്. അത് ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു, ഇതുണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. പക്ഷേ നിങ്ങൾക്ക് കർത്താവ് ഉണ്ടാകുന്നതാണ് ഏറ്റവും നല്ലത്. ആ കർത്താവ് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെ വേണമെന്നുള്ളത് തക്ക സമയത്ത് കർത്താവ് ഒരുക്കി തരും. ദൈവത്തിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട്, എല്ലാം റൈറ്റാണ്. തക്ക സമയത്ത് അവൻ ചെയ്യുന്നു, തക്ക കാലത്ത് അവൻ ഫലം തരുന്നു. ഇവിടെ പറയണ തക്ക തുണയെ തരും. നമ്മുടെ ജീവിതത്തിൻ്റെ സെലക്ഷനൊക്കെ ചിലപ്പോൾ പരാജയപ്പെടാം. എന്നാൽ നമ്മൾ ദൈവത്തെ സെലക്ട് ചെയ്യുക, നമ്മൾ ദൈവത്തെ സെലക്ട് ചെയ്യുക. കർത്താവേ, നീയാണ് എൻ്റെ തുണ. ദൈവത്തെ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ നമുക്ക് വേണ്ടതെല്ലാം ദൈവം തിരഞ്ഞെടുത്ത് തരും. ആമേൻ. ഇന്നിത് പറയുമ്പോൾ പരിശുദ്ധാത്മാ പറയുന്നു, നിങ്ങൾക്ക് ആവശ്യമായതൊക്കെ ദൈവം തന്നെ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്ന് തരാൻ പോവുകയാണ്. ദൈവം തന്നെ നിങ്ങൾക്ക് ആവശ്യമായതെല്ലാം ഒരുക്കി തരാൻ പോവുകയാണ്. തക്ക തുണ ദൈവം ഉണ്ടാക്കി കൊടുത്തു. നീ ഇങ്ങനെ ഇരിക്കുന്നത് പറ്റത്തില്ല എന്ന് പറഞ്ഞ് നിന്റെ ജീവിതത്തിന് പ്രയോജനമുള്ളതല്ല നിന്നിലേക്ക് കൊണ്ടെത്തിക്കുന്ന ഒരു നല്ല ദൈവം. ആമേൻ. ഫ്യൂച്ചർ സംബന്ധമായ ചില വിഷയങ്ങളുടെ പരിഹാരങ്ങളുടെ സമയമാണ്. പ്രത്യേകിച്ച് ചില തലമുറകളുടെ ഭാവി വിഷയത്തെ ഓർത്ത് കരയുന്ന മാതാവേ, പിതാവേ, ഈ ദിവസങ്ങളിൽ നിങ്ങൾ തേടി കണ്ടുപിടിക്കുകയല്ല, നിങ്ങളെ തേടി ദൈവം നിങ്ങളുടെ തലമുറകൾക്ക് വേണ്ടിയുള്ള വഴികൾ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരും. ഏറ്റവും നല്ലത്, ശ്രേഷ്ഠമായത്. ആമേൻ. അബ്രഹാമിൻ്റെ തലമുറയ്ക്ക് വേണ്ടി ഒരു റിബേക്കയെ ദൈവം എത്തിച്ചതുപോലെ ദൈവം ചിലത് നിങ്ങളുടെ മുമ്പിൽ എത്തിക്കാൻ പോവുകയാണ്. ഈ ദിനങ്ങളിലൊക്കെ തലമുറകളുടെ വിഷയങ്ങളുടെ മേൽ അത്ഭുതകരമായ കാര്യങ്ങൾ നടക്കാൻ പോകുന്നു. ഭാവി വിഷയങ്ങളുടെ മേൽ അത്ഭുതകരമായ കരുതൽ നടക്കാൻ പോകുന്നു. ഇത് ചിലർക്ക് വ്യക്തിപരമായുള്ളൊരു ദൈവശബ്ദമാണ്. ദൈവം ചിലത്
ഒരുക്കിയത് അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കും. ആമേൻ. നമ്മൾ ഈ വചനത്തെ മുറുകെ പിടിച്ചോ. സ്തോത്രം. ദൈവം നിങ്ങളുടെ ലൈഫിനെ സന്തോഷത്തിലേക്ക് എത്തിക്കാൻ, ആനന്ദത്തിലേക്ക് എത്തിക്കാൻ ദൈവം ചിലത് ചെയ്യാൻ പോവുകയാണ്. ചിലത് ഉണ്ടാക്കി തരാൻ പോവുകയാണ്, നിർമ്മിച്ചു തരാൻ പോവുകയാണ്. വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവെ, ഞങ്ങൾക്ക് നൽകിയ നല്ല വചനത്തിന് നന്ദി പറയുന്നു. കർത്താവെ, അങ്ങ് ഞങ്ങൾക്കായി ചിലത് പുതിയത് ഉണ്ടാക്കി നൽകാൻ പോകുന്നതിന് സ്തോത്രം ചെയ്യും. പരിശുദ്ധാത്മാവെ, വഴിയില്ലാത്ത സ്ഥലങ്ങളിൽ കർത്താവ് ഇന്ന് ഞങ്ങൾക്കായി ചിലത് അങ്ങ് തുറന്നു തരുന്നതിന് നന്ദി പറയും. യേശുവിൻ്റെ നാമത്തിൽ ഈ വചനം കേൾക്കുന്ന ഈ വ്യക്തിയെ ഞങ്ങൾ അനുഗ്രഹിക്കും, ഈ കുടുംബത്തെ അനുഗ്രഹിക്കുന്നു. അവരുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവെ ചിലത് അങ്ങ് സൃഷ്ടിക്കുവാൻ പോകുന്നതിന് സ്തോത്രം ചെയ്യുന്നു. ചില പുതിയ സാഹചര്യങ്ങളിലേക്ക്, പുതിയ വഴികളിലേക്ക് അവരെ നടത്തുവാൻ പോകുന്നതിന് നന്ദി പറയും. യേശുവിൻ്റെ നാമത്തിൽ ഇവരെ അനുഗ്രഹിക്കുന്നു. ഇന്നത്തെ ദിവസത്തെ ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ചില പുതിയ മേഖലകളിലേക്ക് അവരെ കൊണ്ടുപോകാൻ പോകുന്നതിന് സ്തോത്രം ചെയ്യുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഞങ്ങൾ ഒരുമിച്ച് കർത്താവെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു. അപ്പോൾ അതിനകത്ത് രോഗികളുടെ സൗഖ്യമാകട്ടെ. ജീവിതത്തിനകത്ത് ഭാവിയുടെ വഴി അടഞ്ഞ് പല സമയം അതോർത്ത് ഭാരപ്പെടുന്നവർക്ക്, എൻ്റെ ഏജ് കൂടിപ്പോയി എന്നൊക്കെ ഭാരപ്പെടുന്നവർക്ക് യേശുവിൻ്റെ നാമത്തിൽ ഈ വർഷം അവരുടെ ലൈഫിന്മേൽ അത്ഭുതങ്ങൾ നടക്കാൻ പ്രാർത്ഥിക്കുന്നു. ഭാവി വഴി തുറക്കപ്പെടട്ടെ. ഇനി ലേറ്റ് ആകരുത്. കർത്താവ് അവരുടെ മുമ്പിൽ അത്ഭുതങ്ങൾ ചെയ്യുന്നതിനായി സ്തോത്രം. മാതാക്കളുടെ, പിതാക്കളുടെ കണ്ണുനീരുകൾ കർത്താവ് തുടയ്ക്കണമേ. കുടുംബജീവിതം നയിച്ച് തുടങ്ങി അതിനകത്ത് വരുന്ന ഇഷ്യൂസുകൾ നിമിത്തം കുടുംബം തകർന്നിരിക്കുന്നവരെ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. അവരുടെ ലൈഫിലും അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. പ്രത്യേകിച്ച് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട അത്ഭുതകരമായ കുടുംബങ്ങൾ ഉണ്ടാകുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് അത് ആഗ്രഹിക്കുന്നല്ലോ. അത് ഈ മക്കൾക്ക്, ഈ മക്കളുടെ മക്കൾക്ക് കർത്താവ് നൽകണമേ. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സൗഖ്യവും ആരോഗ്യവും സമൃദ്ധി അവർക്കുണ്ടാകട്ടെ. എല്ലാ മഹത്വം അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. നിങ്ങളെല്ലാവരെയും കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ തുടർമാനം ഈ ശുശ്രൂഷയെ കാണുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നതിന് കർത്താവിന് നന്ദി. മറ്റുള്ളവരിലേക്ക് എത്തിക്കണം. ഗോഡ് ബ്ലെസ് യു. ശലോം. എല്ലാ ദിവസവും രാവിലെ ഇന്ത്യൻ ടൈം 6 മണിക്ക് വോയിസ് ഓഫ് ലവ് എന്ന ഷോർട്ട് ഡിവോഷൻ ലഭ്യമാണ്. അതുപോലെ ചൊവ്വ, വ്യാഴം, ഞായർ ദിവസങ്ങളിൽ രാത്രി ഇന്ത്യൻ ടൈം 9:30 ലൈവ് മെസ്സേജ് ലഭ്യമാണ്. ഈ സന്ദേശങ്ങൾ ലഭ്യമാകുവാൻ പാസ്റ്റർ രാജേഷ് ഏലപ്പാറ യൂട്യൂബ് ചാനലും ഗാനങ്ങൾ ലഭ്യമാകുവാൻ രാജേഷ് ഏലപ്പാറ യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക. ഈ ശുശ്രൂഷ നിങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹമായി വരുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നു. നിങ്ങൾ ഞങ്ങൾക്ക് പ്രാർത്ഥനയിലും എല്ലാ സഹകരണത്തിലും ഞങ്ങളോട് ഈ മീഡിയ മിനിസ്ട്രിയുടെ കൂടെ നിന്നു. ഞങ്ങൾക്ക് ഈ മീഡിയ മിനിസ്ട്രി മുമ്പോട്ട് കൊണ്ടുപോകാൻ ചില എക്യുപ്മെൻറ്റ്സുകൾ ആവശ്യമായി വന്നിരിക്കുന്നു. തുടർന്നും നിങ്ങളുടെ പ്രാർത്ഥനയും സഹകരണവും ഞങ്ങൾ ആവശ്യപ്പെടുന്നു.